ഹലോ ഗൈസ് ലിജിയാണ് മറ്റൊരു കലാകാരൻ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഒരു കിടിലം പുൽക്കോസ്റ്റ് വീഡിയോ ആയിട്ടാണ് ഗൈസ്. അതേ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ മിത്ത് ബസ്റ്റിംഗ് എന്ന ഒരു ഗെയിം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മൾ ഇന്ത്യൻ ബൈക്സിലും മിത്തും ബസ്റ്റിങ്ങൊക്കെ ചെയ്യാൻ പോകും. നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും, അത് നമ്മൾ ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ നോക്കണം. അതാണ് നമ്മളെ മിത്ത് കൺഫേമും മിത്ത് ബസ്റ്റതും. അപ്പോൾ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൺ അടിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റത്തെ മിത്ത് എന്താ വെച്ചാൽ ഗൈസ്, നമ്മളെ പുറത്ത് പോയതൊരു കടന്ന ഒരു മിത്ത് തന്നെയാണ് ഗൈസ്. ഫസ്റ്റത്തെ മിത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാർ എടുത്തു, പിന്നെ രണ്ടാമത്തെ കാർ അതിൻ്റെ മുകളിൽ വെക്കുക, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഞാൻ കാണിച്ചത് ഗൈസ് എങ്ങനെ കാട്ടുന്നത്. ഫസ്റ്റ് നമ്മളെ ചീപ്പ് കോഡ് ഏതെങ്കിലും ഒരു കാറിൻ്റെ ചീപ്പ് കോഡ് അടിച്ചത് ഗൈസ്. ഞാൻ ഇപ്പോൾ ലംബോർഗിനി എടുക്കാം ഗൈസ്. നമുക്ക് ലംബോർഗിനി എടുക്കാം. പരസ്യം പിന്നെ നമ്മളെ കാർ ചെയ്യുന്നത് ഇനിയൊരു കാറും പറയാൻ വെക്കാം ഗൈസ്. ഓക്കെ, ഈ കോഡ് അടിച്ചു വെച്ചു. ഓക്കെ ഗൈസ്, പറഞ്ഞ് നമ്മൾ ഈ കാർ ഓടിക്കുമ്പോൾ ഈ കാർ നമ്മളെ കൂടെ പിന്നാലെ വരുന്ന പറയുന്നത്. ഓക്കെ, വാ പത്തോ ഇവിടെ മോനെ, ഇത് അറിയില്ല. ഈ ആക്കി ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ യൂട്യൂബിൽ നോക്കിയ മിത്ത് കാര്യങ്ങളൊക്കെയാണ്, അല്ല എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന കുറച്ച് മിത്തുകളാണ് ഞാൻ ആദ്യത്തെ കാണുക. ചേച്ചിയുടെ മോനെ, ഇതിന് മേത്തുനിന്ന് ഇറങ്ങാൻ പറ്റുമോ? ഷോട്ട സെറ്റിട്ടോ. ഈ കാർ നമ്മൾ ഈ കാറിലല്ലേ? ഓക്കെ, ആ കാറിലാണ് നമ്മളെ കാറ്. ബാക്കിൽ ആ കാറ്. അയ്യോ അമ്മേ അമ്മേ അമ്മേ. മിത്ത് കൺഫേം പറയുക വെച്ചാൽ അറിയില്ല. മിത്ത് കൺഫേമാ. നോക്ക് നോക്ക് നോക്ക്. അടുത്ത വീട്ടെന്താ വെച്ചാൽ നമ്മളെ മനുഷ്യന്മാർ നമ്മൾ ഗോസ്റ്റ് റൈഡർ വണ്ടി കൊണ്ട് തെറ്റിച്ച് ഒരു കത്തി കഴിഞ്ഞു പോകുക പറയുന്നത് ഗൈസ്. എന്നാൽ നമുക്ക് ട്രൈ ചെയ്തോ ഗൈസ്. ഗോസ്റ്റ് റൈഡർ വണ്ടി എടുക്കാം. ഫസ്റ്റ് നമുക്ക് ഗോസ്റ്റ് റൈഡർ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് അയാൾ ഇടിച്ച ഗൈസ്. ഓക്കെ, നമ്മൾ ഗോസ്റ്റ് റൈഡർ വണ്ടി നമ്മളെ കഴിഞ്ഞ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കിത് എടുക്കാം. അയ്യോ, നല്ല ടീയാണ് ഗൈസ്. ഇനി നമുക്ക് നമ്മളെ ആളെ തട്ടിച്ചാൻ പറ്റി നോക്കിയോ. നമുക്കൊന്ന് ഇവിടെ പോവാം ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത മിത്ത് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ എയർപോർട്ടിലേക്ക് പോയി കാണുന്ന ഒരു മിത്താണ് ഗൈസ്. എയർപോർട്ടിലില്ല നമ്മൾ ഈ പ്ലെയിൻ കാണോ, ഇവിടുത്തെ മുമ്പത്തെ പ്ലെയിൻ, ഇത് പൊട്ടിത്തെറിപ്പിക്കാൻ പറ്റുന്ന നോക്കാൻ പോകണത് ഗൈസ്. അപ്പോൾ അത് മിത്ത് കൺഫേം ആവില്ലെന്ന് അറിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് നോക്കിയോ ഗൈസ്. അപ്പം ഇനി നമുക്ക് അടുത്ത മിത്തിലേക്ക് നേരെ പോവാം. ഓക്കെ, അടുത്ത മിത്ത് എന്താ പറയുക വെച്ചാൽ നമ്മളെ കടൽ തീരത്ത് എന്തോ ഒരു വീട് സംഭവം പോലെ എന്തോന്നാ പറയുന്നത് ഗൈസ്. നമുക്ക് നമ്മളെ കടൽ തീരത്ത് പോയേക്കോ ഗൈസ്. അവിടെ എന്തോ വീട് ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ പറയുന്നത് ഗൈസ്. ശരിക്കും വീടാ ട്രെയിനിൽ കൺട്രോൾ ചെയ്യുന്നില്ല ഗൈസ്. അയ്യോ ഗൈസ്, ഞങ്ങൾ ശരിക്കും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, പറ്റില്ല. എന്തൊരു ഇങ്ങനെയാ. അപ്പം ഇനി അടുത്ത ബൈ ബൈ.